ശാന്തി. ഞാൻ വിവേകശാലിയായ ആത്മാവാണ്. കർമ്മത്തിൻ്റെ ഗുഹ്യഗതി മനസ്സിലാക്കി ഓരോ കർമ്മവും ചെയ്യുന്ന ജ്ഞാനി ആത്മാവാണ് ഞാൻ. എൻ്റെ ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും ഞാൻ എൻ്റെ നിയന്ത്രണത്തിൽ തന്നെ വച്ചിരിക്കുന്നു. ബാബയിലും ബാബ നൽകുന്ന ഓരോ ശ്രേഷ്ഠ നിർദ്ദേശങ്ങളിലും പൂർണ്ണ നിശ്ചയമുള്ള നിശ്ചയബുദ്ധി ആത്മാവാണ് ഞാൻ. എനിക്കറിയാം, ഞാൻ സദാ ബാബയോട് സത്യസന്ധമായി തന്നെ ഇരിക്കുന്നു. കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി സദാ ഞാൻ ശ്രേഷ്ഠ കർമ്മം മാത്രം ചെയ്യുന്നു. എനിക്കറിയാം, ഞാൻ ബാബയുടെ പേര് പ്രശസ്തമാക്കാൻ നിമിത്തമായ ആത്മാവാണ്. അതിനാൽ ഓരോ കർമ്മത്തിൻ്റെ മേലെയും ഞാൻ അതീവ ജാഗ്രത വയ്ക്കുന്നു. സഹോദരി സഹോദര ദൃഷ്ടി വെച്ച് അഥവാ പരസ്പരം സഹോദര ദൃഷ്ടി വെച്ച് എൻ്റെ ദൃഷ്ടിയും പെരുമാറ്റവും ഞാൻ ശുദ്ധമാക്കി വയ്ക്കുന്നു. ഞാൻ ബാബയുടെ സത്യസന്ധമായ കുട്ടിയാണ്. എൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും സത്യം സത്യമായി ഞാൻ ബാബയെ കേൾപ്പിക്കുന്നു.
ഈശ്വരീയ പഠിത്തത്തിലും യോഗത്തിലും വേണ്ടത്ര ശ്രദ്ധ നൽകി ഞാൻ രാവും പകലും ആത്മീയ സമ്പാദ്യം സമ്പാദിച്ച് ഉയർന്ന പദവി നേടാൻ യോഗ്യനാവുകയാണ്. എത്രമാത്രം ബാബ എന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി ഞാനും അതിയായ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുകയാണ്. ബാബ എനിക്ക് ഈ വരദാനം നൽകിയിട്ടുണ്ട്. കുട്ടി, നീ കൽപ്പകൽപ്പത്തെ വിജയി ആത്മാവാണ്. വിജയം നിന്റെ ജന്മസിദ്ധ അധികാരമാണ്. എൻ്റെ മസ്തകത്തിൽ വിജയത്തിൻ്റെ തിലകം സദാ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്വയം അനുഭവം ചെയ്യുകയാണ്. ഞാൻ വിജയി ആത്മാവാണ് എന്ന സ്മൃതി തന്നെ എനിക്ക് സന്തോഷത്തിൻ്റെ അനുഭവം നൽകുന്നു. ഞാൻ സദാ വിജയിയാണ്. വിജയി ആത്മാവായ എൻ്റെ മുഖം സദാ ഹർഷിതമാണ്. എൻ്റെ ഹർഷിത മുഖം കണ്ട് മറ്റുള്ളവരും സന്തോഷിക്കുന്നു. ഞാൻ
സ്വയം സദാ സന്തോഷത്തിലിരുന്ന് മറ്റുള്ളവർക്കും സന്തോഷത്തിൻ്റെ അനുഭവം നൽകുന്ന ആകർഷണമൂർത്തിയാണ്. എൻ്റെ ഹർഷിത മുഖത്തിലൂടെ തന്നെ സ്വതവേ സേവനം നടക്കുന്നു. ഞാൻ സന്തുഷ്ടാത്മാവാണ്. ഭാരരഹിതമായ ആത്മാവാണ്. ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ് ഞാൻ. സുന്ദരമായ എൻ്റെ ഫരിഷ്ത സ്വരൂപത്തെ ഞാൻ സ്വയം അനുഭവം ചെയ്യുന്നു. എൻ്റെ ഈ അവ്യക്ത സ്ഥിതിയുടെ പ്രകാശം 4 ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. ഞാൻ ലൈറ്റ് ഹൗസാണ്. ഓം ശാന്തി.